പ്രിയമുള്ള എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ. കുറേ കാലങ്ങളായിട്ട് BJP പ്രവർത്തകർ ചെയ്യുന്നതൊന്നും ഈ രാജ്യത്തിന് വേണ്ടിയല്ല എന്നും ചാണകം സംഖ്യ എന്ന് പറയും. നിങ്ങൾ ഓർക്കണം, 1973 തൊട്ടുള്ള കാലഘട്ടം നോക്കിയാൽ വടക്കേ ഇന്ത്യയിലൊക്കെ എന്തോ ആയിരുന്നു. ഒരു വീടോ കുടുംബമോ ഒന്നുമില്ലാത്ത വെറും തരിശായ ഭൂമിയിൽ എന്തൊക്കെ വെറും എന്തുവയിലുമൊക്കെ കട്ടയും കല്ലുമൊക്കെ വെച്ച് വെറുതെ ഇരുന്ന ഒരു പ്രദേശമാണ്. എന്തുകൊണ്ടാണ് 10-12 വർഷത്തോളം മോഡി അവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഒരു കക്കൂസ് ഇല്ലാതെ നിങ്ങൾ പറയും. ടോയ്ലറ്റ് ഞാനാണ്ട് ഈ 90കളിൽ ഈ ഗ്വാളിയർ സന്ദർശിക്കുമ്പോൾ അവർക്ക് കക്കൂസിൽ പോകണമെങ്കിൽ രാവിലെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ കക്കൂസുകൾ 2-3 അവരെ ആശ്രയിക്കുക. അവിടെ നല്ല ആൾത്തിരക്കുമായിരിക്കും. അല്ലാത്തവർക്കേ ഉള്ളൂ ഈ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും ഒക്കെ താമസിക്കുന്നവർക്കേ ഉള്ളൂ കക്കൂസുകൾ. അന്നേരം മറ്റിടത്ത് ഓരോ ഈ പെയിൻ്റ് അടിക്കുന്ന അല്ലെങ്കിൽ ഓരോ ചെറിയ ബക്കറ്റുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരാളെ ഇറങ്ങിയിട്ട് വേണം വേറൊരാൾ കയറാൻ. അങ്ങനെ തിരക്കായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലുള്ള പബ്ലിക് ടോയ്ലറ്റുകളെ ആയിരുന്നു, അല്ലെങ്കിൽ വെറും തരിശായ പറമ്പുകളും ഒക്കെ ആയിട്ടായിരുന്നു. ഇന്ന് അതൊക്കെ എത്രയോ മാറിപ്പോയി. എന്നിട്ടും അദ്ദേഹത്തെ കളിയാക്കുന്ന അദ്ദേഹമാണ് കുറ്റക്കാരൻ, മുന്നിരുന്നവർ തന്നെയാണ് കുറ്റക്കാരൻ. അതൊക്കെ നന്ദി നോക്കട്ടത്. ഇപ്പം അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞേച്ച് പറയാം എല്ലാവർക്കും ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കുറച്ച് പേർക്ക് ആദ്യത്തെ പദ്ധതി അനുസരിച്ച് അവർക്ക് ചെയ്യാനൊക്കെ അവർക്ക് ഉള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം മേയർ കണ്ടോ, അവർ സംഖ്യകളാണ്, ചാണകവുമാണ് എന്ന് എല്ലാവരും കൂട്ടിഘോഷിക്കുകയും ആ മേയറിനെ പറ്റിയും എല്ലാം ആവശ്യമില്ലാത്ത പറഞ്ഞു. കേരളം എന്നാ താമര വിരിയില്ല, മറ്റതാണ് മറിച്ചാണ്, എന്നിട്ടും 3 വിരിഞ്ഞോ? അവർ കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് നടത്തുന്നത്. അവരെന്തെങ്കിലും ചെയ്യുകയാണ്. അവർക്ക് അല്ലാതെ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർ ഒരുക്കമല്ല. അവർ പ്രോജക്റ്റുകളാണ്, പ്രോജക്റ്റുകളാണ് നടപ്പാക്കാനായിട്ടിരിക്കുന്നത്. ഇനിയും കേരളത്തിലുള്ളവർ ബംഗാളികളെ നോക്കണ്ട. കാരണം അവിടുത്തെ ഒരു ഭട്ടാചാരി എന്ന് പറയുന്ന ഒരാൾ ആ പുള്ളി അവിടെ കുറച്ച് പ്രദേശങ്ങളിൽ ഒരു ഏരിയ മൊത്തമുണ്ട്. അവിടെ ബംഗാളിൽ നിന്ന് തലസ്ഥാന കൽക്കത്തയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയായിട്ട് പെട്രോൾ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കണ്ടെത്തിയിരുന്നു 1918. എന്നാൽ ബംഗാളിലെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇവയ്ക്കൊന്നും അപ്രൂവലോ സ്ഥലം വിട്ടു തരുവാനോ കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിച്ചില്ല. എന്നാൽ ഇപ്പോൾ ബംഗാളിലെ ആ മന്ത്രി നേരിട്ട് ചെന്ന് നമ്മുടെ സീതാരാമനെ കാണുകയും അതിന് അപ്രൂവ് നൽകിയിട്ടുണ്ട്. ഉടനെ അതിൻ്റെ പ്രവർത്തനം സജ്ജമാകും. അതുപോലെ നമ്മുടെ ഇവിടെ ബോംബെയിലെ പോലുള്ള എണ്ണ നിക്ഷേപങ്ങളെ കണ്ടെത്തി അവിടെ ഈ ബംഗാളിലെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൻ തന്നെ അത് ജനറേറ്റ് ചെയ്ത് എണ്ണ ഉൽപ്പാദനം ആരംഭിക്കാനുള്ള എല്ലാ പദ്ധതികളും ആരംഭിച്ചു. അതോടെ ബംഗാളികൾ ഇങ്ങോട്ടേക്ക് ഇനി തിരിഞ്ഞേ നോക്കുകയില്ല. അവർക്ക് അവരുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ടുകൾ കിട്ടുമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഈ പ്രോജക്റ്റ് വിജയിച്ചാൽ, ആവശ്യം എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചാൽ അവർക്ക് അവിടുത്തെ ബംഗാളികൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള
ഇന്ന് നമ്മുടെ ഗൾഫ് മേഖലകളിലെ പോലെ ജീവിക്കാനുള്ള സമ്പത്ത് അവർക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുപോലെ കേരളത്തിലെ 90% കേരളത്തിലെ ഇന്ത്യയിലെ 90% ആളുകൾക്കും ഗ്യാസും മറ്റു എല്ലാവിധ കാര്യങ്ങൾക്കും ഇതുപയോഗിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഉള്ള നടപടിയാണ്. ഇനിയും ബംഗാളികളെ നിങ്ങൾക്ക്